തിരുവനന്തപുരം നഗരത്തിലെ പാർക്കിംഗ് പ്രശ്നം പരിഹരിക്കുന്നതിനായി നാറ്റ്പാക് 2004 സമർപ്പിച്ച പഠന റിപ്പോർട്ട് ആസൂത്രണ ബോർഡും നഗരസഭയും അവഗണിച്ചു. പാർക്കിംഗിനായി നാറ്റ്പാക് കണ്ടെത്തിയ സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ ബഹുനില വ്യാപാര സമുച്ചയങ്ങൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. വാഹനബാഹുല്യത്താൽ ദിനംപ്രതി ശ്വാസമുട്ടുന്ന തലസ്ഥാനത്തെ പ്രധാന റോഡുകളിലെ പാർക്കിംഗ് പ്രശ്നത്തിന് വലിയൊരളവ് വരെ പരിഹാരം നിർദ്ദേശിച്ച പഠന റിപ്പോർട്ടാണിത്. 2004 നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്റർ പഠന റിപ്പോർട്ട് തയ്യാറാക്കിയത്. 7 വർഷം മുൻപ് ഈ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ നടത്തിയ സർവേയിൽ ഒരു പ്രത്യേക ദിവസം MG റോഡിൽ മാത്രം 1867 വാഹനങ്ങൾ പാർക്കിംഗ് സൌകര്യമില്ലാതെ ബുദ്ധിമുട്ടുന്ന സ്ഥിതിവിശേഷമായിരുന്നു കണ്ടത്. 2013 ആകുമ്പോൾ അത് 4522 വർദ്ധിക്കുമെന്നും റിപ്പോർട്ട് പ്രവചിച്ചു. ഈ പ്രശ്നപരിഹാരത്തിന് നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലായി 12 പാർക്കിംഗ് ഏരിയകൾ നാറ്റ്പാക് ചൂണ്ടിക്കാണിച്ചു. ഇവിടങ്ങളിൽ പണം ഈടാക്കി പാർക്കിംഗ് സൌകര്യം ഏർപ്പെടുത്താനായിരുന്നു നിർദ്ദേശം. അന്ന് 5 രൂപ വരെ പാർക്കിംഗ് ഫീ നൽകാൻ സർവേയിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേരും സന്നദ്ധത പ്രകടിപ്പിച്ചു. എന്നാൽ ഈ സ്ഥലങ്ങളിൽ വ്യാപാര സമുച്ചയങ്ങൾ ഉയർന്നു പൊങ്ങിക്കഴിഞ്ഞു. റോഡുകൾക്ക് വീതി കൂടിയതോടെ പാതയോരത്തെ പാർക്കിംഗ് ഇടങ്ങളും ചുരുങ്ങി. രണ്ട് രീതിയിലാണ് ഇത് പരിഹരിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത റോഡ്സിൽ ഓൺ സ്ട്രീറ്റ് പാർക്കിംഗ് കൊടുത്തിട്ടുള്ളത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓൺ സ്ട്രീറ്റ് പാർക്കിംഗ് എൻഫോഴ്സ് ചെയ്യണം. അതായത് ആംഗുലർ പാർക്കിംഗ് ഒഴിവാക്കിയിട്ട് പാരലൽ പാർക്കിംഗ് മാത്രമേ അനുവദിക്കാൻ പറ്റൂ. കാരേജ് വേയിലേക്ക് ഈ വെഹിക്കിളിന്റെ ഏതാണ്ട് പകുതിയോളം കയറി കിടക്കും. അപ്പോൾ ആ ഒരു ലൈൻ നമുക്ക് പൂർണ്ണമായിട്ട് ഉപയോഗശൂന്യമായി തീരുകയാണ്. അപ്പം പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ ഒരു ലൈൻ വരുമ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് കൺജഷൻ ആൻഡ് ആക്സിഡൻസ്. രണ്ടാമത് ഇനിയിപ്പോൾ ബാക്കി ബാലൻസ് ഓപ്പൺ ലാൻഡ് കിടക്കുന്നതൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഓൺ സ്ട്രീറ്റ് പാർക്കിങ്ങിന് ഒരു സുഗമമായ ഒരു സംവിധാനം ഡെവലപ്പ് ചെയ്യണം. പ്രധാന റോഡുകൾക്ക് വീതി കൂടുകയും ആധുനിക മുഖം കൈവരികയും ചെയ്യുന്നതിന് സമാന്തരമായി നഗരത്തിന് സമഗ്രമായ പാർക്കിംഗ് പ്ലാൻ വേണമെന്നും വിദഗ്ധർ പറയുന്നു. ആശാ ജാവേദ്, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.